ഹായ് ഓൾ. ഇനിയും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ തന്നെ പാർട്ട് 3 ആണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ അധികം ലെങ്ത് ആക്കാതെ കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്, ഡി-അലംബേർട്ട്സ് പ്രിൻസിപ്പിൾ, അതിൽ നിന്ന് ലഗ്രാഞ്ചിനും അതുപോലെ തന്നെ ഹാമിൽട്ടോണിയൻ ഡൈനാമിക്സും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് നമുക്ക് നോക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്താ പറയുന്നത് നോക്കിക്കോളൂ. ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം, ദി ടോട്ടൽ വിർച്വൽ വർക്ക് ഡൺ ബൈ ഓൾ ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഡ്യൂറിങ് എനി വിർച്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സീറോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? അതായത് ഒരു സിസ്റ്റം, ഇപ്പോൾ മിസ്സ് ഒരു സ്ക്വയറിനെയാണ് ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുവാണ്, എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഒരു സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. ഈ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. എപ്പോഴും ഒരു വേർഡ് ഇക്വിലിബ്രിയം എന്ന് കേൾക്കുമ്പോൾ ഓർക്കേണ്ട എന്താണ്? ദാറ്റ് ഈസ് ഇൻ ബാലൻസ് അല്ലേ? അവിടെ ഒന്നും ആക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എല്ലാം അവിടെ ക്യാൻസൽ ഔട്ടാണ്. ഒരു കോൺസ്റ്റൻറ്റിലാണ് അതിരിക്കുന്നത്. ആ വസ്തു ഒരു കോൺസ്റ്റൻറ്റിലായിരിക്കും ഇരിക്കുക. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം ആവുമ്പോൾ അപ്പോൾ അതൊരു ബാലൻസിൽ ഇരിക്കുവാണ് ആ ഒരു സിസ്റ്റം. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടലായിട്ടുള്ള വർക്ക് ഡൺ, അതായത് ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടലായിട്ടുള്ള വിർച്വൽ വർക്ക് ഡൺ, ഈ സിസ്റ്റത്തിൽ എന്തൊക്കെ ഫോഴ്സാണോ ഉള്ളത്, ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ബൈ ഓൾ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ഡ്യൂറിങ് എനി വിർച്വൽ ഇമാജിനറി ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ, ഒരു പെർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വേറൊരു രീതി നമുക്ക് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കാനായിട്ട്, ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൻ്റെ അകത്ത് n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. സിസ്റ്റം ഉണ്ട്, സിസ്റ്റത്തിൽ കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം n നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഓരോ പാർട്ടിക്കിളും, ഇപ്പോൾ ഒരു ചെറിയ പാർട്ടിക്കിൾ അതിൻ്റെ അകത്തൊരു മൂവ്മെൻറ്റ്, ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തി, അങ്ങനെയാണെങ്കിൽ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, വർക്ക് ഡൺ സീറോ ആയിരിക്കും. ഇനി n പാർട്ടിക്കിൾസും അതിൻ്റെ അകത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തിയാൽ പോലും അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഇൻ ഇക്വിലിബ്രിയം. മനസ്സിലായോ? അപ്പം സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ ടോട്ടൽ വിർച്വൽ വർക്ക് ഡൺ, അതായത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന ആ ചെറിയ പാർട്ടിക്കിൾ വലിയ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും അല്ല നടത്തിയിരിക്കുന്നത്, വളരെ ഇമാജിനറി ആയിട്ടുള്ള സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തിയാൽ, അല്ലെങ്കിൽ ആ സമയത്തെ വർക്ക് ഡൺ, അല്ലെങ്കിൽ ആ സമയത്തെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നമുക്ക് ഡെറിവേഷൻസിൻ്റെ ഒന്നും തന്നെ ആവശ്യമില്ല. അതാണല്ലോ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ MSc BScയിലൊക്കെ നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഡെറിവേഷൻസ് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ കൂടുതലായിട്ടും എന്തിനെയാണ്, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് പഠിക്കുക, അത് വെച്ച് പ്രോബ്ലം സോൾവിങ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ പഠിക്കണം, അതുപോലെ ജസ്റ്റ് ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻസ്. അപ്പോൾ ഇവിടെ അതായത് FI.Δr എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിലേക്ക് നമ്മളൊരു അപ്ലൈഡ് ഫോഴ്സ് കൊടുക്കുവാണെങ്കിൽ, ഇനിയും ഇതെന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു തടസ്സം, അതായത് ആ സിസ്റ്റത്തെ അനക്കാതെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റിനെ എഗ്നെസ്റ്റ് ചെയ്തുകൊണ്ടൊരു കൺസ്ട്രെയിൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ അതാണ് വർക്ക് ഡൺ ബൈ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളൊരു ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിലേക്ക് ഒരാളെ വലിച്ചു വിടുവാണ് അല്ലേ? ആ സമയത്ത് ചിലപ്പം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ആ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പെട്ടെന്നൊരു കാറ്റ് വരുവാണ്. അപ്പോൾ ആ കാറ്റനുസരിച്ച് നമ്മുടെ ഇത്രയും നേരം കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്ന് നമ്മൾ ആടിക്കൊണ്ടിരുന്ന ഊഞ്ഞാലിന് ഡീവിയേഷൻസ് വരുവടാ അല്ലേ? അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് ശരിക്കും എന്ത് കൺസെപ്റ്റാണ് തരുന്നതെന്ന് വെച്ചാൽ, ആ എക്സ്ട്രാ വരുന്ന കൺസ്ട്രെയിൻ ഉണ്ടല്ലോ, അതായത് എക്സ്ട്രാ വരുന്ന കാറ്റിനെ നമ്മളങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്താൽ മതി.
അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇപ്പം ഒരു കുട്ടി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഊഞ്ഞാലി ആടിക്കൊണ്ടിരിക്കുവാണ് ആണെങ്കിൽ എക്സ്ട്രാ കാറ്റ് വന്നതിനെ ഡീവിയേറ്റ് ചെയ്താൽ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് അനുസരിച്ച് എക്സ്ട്രാ വരുന്ന കൺസ്ട്രെയിൻ ഫോഴ്സിനെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് സാധാ പോലെ നമുക്കതിനെ സോൾവ് ചെയ്തെടുത്താൽ മതിയാകും എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക്. അപ്പം ആ കൺസ്ട്രെയിൻ ഫോഴ്സിനെ നമ്മൾ ഇവിടെ നെഗ്ലക്റ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ മൈൻഡ് ചെയ്യാതെ ടോട്ടൽ വർക്ക് 0 എന്നുള്ള കണ്ടീഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, കൺസ്ട്രെയിൻ ഫോഴ്സിനെ നമ്മൾ ഈ കേസിൽ കൺസ്ട്രെയിൻ ഫോഴ്സിനെ നമ്മൾ 0 ആക്കി മുന്നോട്ട് പോകുന്നു. സോ ന്യൂട്ടൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇത്രയും നാൾ നമ്മുടെ പ്രശ്നം, ഇത്രയും ദിവസം ബ്യൂട്ടി ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്തായിരുന്നു പ്രശ്നം. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ആദ്യം നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിരുന്നു. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ പ്രശ്നം തന്നെ ഒരു സിസ്റ്റത്തിൽ പല ഫോഴ്സുകൾ ആക്ട് ചെയ്യാറുണ്ട്, ഈ ഫോഴ്സിനെ ഒന്നും നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നായിരുന്നു ന്യൂട്ടൺ പറഞ്ഞത്. അല്ലെങ്കിൽ ആ ഫോഴ്സിനെ എല്ലാം നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഉപരി ആ ഫോഴ്സിനെ എല്ലാം കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടായിരുന്നു. പക്ഷേ അതിനെ ആ ഒരു ന്യൂട്ടോണിയൻ മെക്കാനിക്സിലേക്ക് നമുക്ക് ഈ വിർച്വൽ വർക്കിനെ കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂട്ടോണിയൻ മെക്കാനിക്സിനെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിനെക്കുറിച്ച് വേറെ കൂടുതലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പിന്നെ CSIR നെറ്റിനിങ്ങനെ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ചോദിക്കുമോ എന്നുള്ളത് സംശയമാണ്. എന്നാലും ഒന്ന് നോക്കി വെക്കുക. സയൻറ്റിഫിക് ഓഫീസർ എക്സാംസിനൊക്കെ ഫിസിക്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും, ഇക്വേഷൻസ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എനിവേ ഇക്വേഷൻ അറിഞ്ഞിരിക്കുന്നത് വളരെ അത്യാവശ്യം തന്നെയാണ്. ഇനി നോക്കിയേ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. എന്തിനാണ് ഇനി ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ നമ്മൾ ലഗ്രാഞ്ചിനും ഹാമിൽട്ടോണിനും മുമ്പേ പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിളിൽ നിന്നാണ് ആക്ച്വലി ലഗ്രാഞ്ചിയൻ ഇക്വേഷനിലെ ലഗ്രാഞ്ചിയൻ ഡൈനമിക്സ് വരുന്നത്. അതായത് ന്യൂട്ടൺ വന്നു, പിന്നെ അലംബേർട്സ്, അതുപോലെ തന്നെ ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ, ഇവർ മൂന്നുകൂടെ ചേർന്നിട്ടാണ് അനലിറ്റിക്കൽ കൂടുതലും സംഭാവന നൽകിയിട്ടുള്ളത്. അനലിറ്റിക്കൽ മെക്കാനിക്സ് എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. എല്ലാം കൂടി ഇൻ ദ സെൻസ് എന്താണ്, ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഇല്ല ബാക്കി. ഓക്കെ, അപ്പോൾ ഡി-അലംബേർട്സ് എന്താ പറഞ്ഞത് നോക്കൂ. ഡി-അലംബേർട്സിൻ്റെ പ്രിൻസിപ്പിൾ കുറച്ച് റെഡി ആക്കിയിട്ടാണ് ലഗ്രാഞ്ചിയൻസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലഗ്രാഞ്ചിയൻ ഡൈനമിക്സ് വന്നിട്ടുള്ളത്. എക്സ്റ്റെൻഡ് ദ വിർച്വൽ വർക്ക് കൺസെപ്റ്റ് ടു ഡൈനമിക്സ് ബൈ ഇൻട്രൊഡ്യൂസിങ് ഇൻറ്റേർണൽ ഫോഴ്സസ്. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അത് മിസ് മറന്നുപോയി പറയാൻ. വിർച്വൽ വർക്ക് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമുക്ക് ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നറിയാവോ? സ്റ്റാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് മാത്രം. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് മാത്രമേ പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കിൻ്റെ കൺസെപ്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ എന്താണ്, മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെക്കുറിച്ച്, നേരത്തെ മിസ് ഊഞ്ഞാലിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളൊരു എക്സാമ്പിളിന് വേണ്ടിയാണ് കേട്ടോ. അതൊരു മൂവിങ് എന്താണ് കേസാണ്, ഫിസിക്കൽ സിസ്റ്റമാണ്. അപ്പോൾ അത് നിങ്ങൾ ഓർക്കണ്ട, അത് മിസ് അതിൻ്റെ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ മൂവിങ് ആയിട്ടുള്ള ഡൈനമിക് ആയിട്ടുള്ള സിസ്റ്റത്തിന് വേണ്ടിയാണെന്നാണ്. അതായത് വിർച്വൽ വർക്ക് സ്റ്റാറ്റിക്കിൻ്റെ കേസിലാണ്. അപ്പോൾ സയൻറ്റിസ്റ്റ് തിങ്ക് ദാറ്റ് ദെൻ ഒരു ഡൈനമിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിലുള്ളൊരു സിസ്റ്റം വന്നാൽ എങ്ങനെ നമ്മളത് പറയും. സോ ദാറ്റ് ഡി-അലംബേർട്ട് proposed this principle, that is D-Alembert's principle, that is mainly for what? Mainly for who? That is mainly for dynamic virtual work or dynamic systems. ഓക്കെ, അപ്പം എന്ത് ചെയ്തു, ഡി-അലംബേർട്സ് വിർച്വൽ വർക്ക് കൺസെപ്റ്റിനെ എക്സ്റ്റെൻഡ് ചെയ്തു. എങ്ങോട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്തത്? ഓക്കെ 1 മിനിറ്റ്. ഓക്കെ, സോ സ്റ്റാറ്റിക്കിൽ നിന്ന് ഡൈനമിക്കിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്തത് ബൈ ഇൻട്രൊഡ്യൂസിങ് എക്സ്റ്റേണൽ ഫോഴ്സസ്. എങ്ങനെയാണ് ബൈ ഇൻട്രൊഡ്യൂസിങ് ഇൻറ്റേർണൽ ഫോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എലോങ് സൈഡ് ദ അപ്ലൈഡ് ഫോഴ്സസ്. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റേർണൽ ഫോഴ്സും കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പം അവിടുത്തെ ഒരു ഇൻറ്റേർണൽ ഫോഴ്സ്, ദാറ്റ് ഇസ് ഫോഴ്സസ് P ഡോട്ട് എലോങ് സൈഡ് ദ അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നേരത്തെയുള്ള ഇക്വേഷൻ കണ്ടുല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അഡീഷണലായിട്ട് എന്താണ്, ഒരു ഇൻറ്റേർണൽ ഫോഴ്സ് ബൈ ഇൻട്രൊഡ്യൂസിങ് ഇൻറ്റേർണൽ ഫോഴ്സസ് P ഡോട്ട് എലോങ് സൈഡ് നമ്മൾ
എന്ത് ചെയ്തു, അപ്ലൈഡ് ഫോഴ്സിന് എലോങ് സൈഡായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്. ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ എങ്ങനെ ചെയ്തു, വിർച്വൽ വർക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ഇത്രയെങ്കിലും മിനിമം കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതിയാകും. ഓക്കെ, ദ പ്രിൻസിപ്പിൾ ഡയറക്ട്ലി, ഇത് ഡയറക്ട്ലി എന്നാണ് ഉദ്ദേശിച്ചത് മിസ്സ്. ദ പ്രിൻസിപ്പിൾ ഡയറക്ട്ലി ലീഡ്സ് ടു, ഈ പ്രിൻസിപ്പിളിൽ നിന്നാണ്, അത് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിളിൽ നിന്ന് എങ്ങനെയാണ് ലഗ്രാഞ്ചൻ വരുന്നത് എന്നുള്ളൊരു ഡെറിവേഷൻ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. MSc ഇല്ലെന്നാണ്, MSc ഇല്ല എന്നുള്ളതാണ്. വേറെ യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. ഏതായാലും MScക്ക് നമ്മൾ പഠിച്ചിട്ടില്ല, ഡിഗ്രിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിളിൽ നിന്ന് എങ്ങനെയാണ് ലഗ്രാഞ്ചനിലേക്ക് എത്തുന്നതെന്ന് അറിയണമെങ്കിൽ ഡിഗ്രിയുടെ ബുക്ക് നമ്മൾ നോക്കുക കേട്ടോ, അത് ഉള്ളവർ. അപ്പോൾ നമുക്ക് നോക്കിയേ, അപ്പോൾ ഇതിൽ നിന്നാണ് ശരിക്കും നമുക്ക് എന്ത് കിട്ടി, ലഗ്രാഞ്ചിൻ്റെ ഇക്വേഷൻ കിട്ടി. ദാറ്റ് ഈസ് ലഗ്രാഞ്ചൻ ഇക്വേഷനാണ്. ഇത് നമ്മൾ നേരത്തെ ഏതിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്, സൈക്ലിക് കോർഡിനേറ്റ്സ് എന്താണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലേ. നോക്കിക്കോ, ജസ്റ്റ് മിസ് ഇപ്പോൾ ഒന്ന് പറയാം, അടുത്ത സ്ലൈഡിലും പറയേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് d/dt ഓഫ് ∂L/∂Qj ഡോട്ട്. ∂Qj ഡോട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു, വെലോസിറ്റി, ജനറലൈസ്ഡ് വെലോസിറ്റി. Qj എന്ന് പറയുന്നത് എന്തായിരുന്നു, കോർഡിനേറ്റ്, =0. ഇതാണ് ലഗ്രാഞ്ചൻ. ലഗ്രാഞ്ചൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയും കൂടെയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്കും ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിളും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം എങ്ങനെ വരും എന്ന്. നോക്കിക്കേ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് തന്നെയാണ് മിസ് എഴുതിയേക്കുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷനാണ്. ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനിഷൻ എഴുതി, ഇനിയും ഇതിൻ്റെ ഇക്വേഷൻ എഴുതി. ഇത് ആർക്ക് മാത്രമേ വാലിഡ് ആവത്തുള്ളൂ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മനസ്സിലാക്കേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് സിസ്റ്റത്തിന് മാത്രമാണ്. ഇതെന്ന് പറയുന്നത് ഡൈനമിക് സിസ്റ്റത്തിനുമാണ്. ഇനി ഇത് റിയൽ ഫോഴ്സസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതേസമയം ഡി-അലംബർട്ട്സ് പ്രിൻസിപ്പിളിൽ നമ്മൾ എന്തും കൺസിഡർ ചെയ്യുന്നുണ്ട്, റിയൽ ഫോഴ്സിൻ്റെ കൂടെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഇനേർഷ്യൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. വിർച്വൽ വർക്കിൻ്റെ ടോട്ടൽ വർക്ക് 0 ആണ്, ഇവിടെയും 0 ആണ്, ഇൻക്ലൂഡിങ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇനേർഷ്യ ഉൾപ്പെടെ 0 ആണ്. ഓക്കെ, സോൾവ് ഇക്വിലിബ്രിയം പ്രോബ്ലംസ്. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ സ്റ്റാറ്റിക് പ്രോബ്ലം മാത്രം സോൾവ് ചെയ്യാൻ വിർച്വൽ വർക്ക് എടുക്കാം. ഡി-അലംബർട്ട്സ് എന്ന് പറയുമ്പം അതിൽ നിന്ന് ലഗ്രാഞ്ചൻ ഇക്വേഷൻ ഉണ്ടാവുന്നു. പിന്നെ ഈ ഇക്വേഷൻസ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. Fi ഡോട്ട് ഡെൽറ്റ Ri = 0, പിന്നെ സമേഷൻ Fi മൈനസ് MA, F = MA എന്ന് പറയുന്ന എന്താണ് ഒരു ഒരു F = MA എന്ന് പറയുന്നൊരു ഇനേർഷ്യൽ ഫോഴ്സും കൂടെ അവിടെ കൺസിഡർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ലഗ്രാഞ്ചൻ ആൻഡ് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് നോക്കാം. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ മെക്കാനിക്സ്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഫെയിലായപ്പോൾ അനലിറ്റിക്കൽ മെക്കാനിക്സ് വന്നു. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ലഗ്രാഞ്ചൻ മെക്കാനിക്സ് നോക്കിക്കേ. ലഗ്രാഞ്ചൻ മെക്കാനിക്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും ഫോർമുലേഷൻസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഫോർമുലേഷൻസ് ആണ് ലഗ്രാഞ്ചൻ മെക്കാനിക്സ്. ഇനി ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ലഗ്രാഞ്ചൻ, ഓക്കെ, ഷുഡ് ടേക്ക് ഓറഞ്ച്. ഓക്കെ, സോ ലഗ്രാഞ്ചൻ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ലഗ്രാഞ്ചൻ മെക്കാനിക്സിൻ്റെ ജനറലൈസ്ഡ് കോർഡിനേറ്റ് എപ്പോഴും പൊസിഷനെയും വെലോസിറ്റീനെയും ആയിരിക്കും. പൊസിഷൻ കാണിക്കാൻ ഒരു കോർഡിനേറ്റ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് Q ആണ്, QI. പിന്നെ പൊസിഷൻ ഇനിയും വെലോസിറ്റി, ദാറ്റ് ഈസ് QI ഡോട്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സഹായത്തോടെ ആയിരിക്കും എപ്പോഴും ലഗ്രാഞ്ചൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ലഗ്രാഞ്ചൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഡി-അലംബർട്ട്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇതെന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ, പാർട്ടിക്കിളിനെ അല്ല സിസ്റ്റത്തിൻ്റെ മുഴുവനായിട്ടുള്ള മോഷനെ കുറിച്ച് പറയും. അങ്ങനെ പറയുന്ന ഡിഫൈൻ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ലഗ്രാഞ്ചൻ എന്ന് പറയുന്നത്. അപ്പോൾ ലഗ്രാഞ്ചൻ എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. ശരിക്കും പറഞ്ഞ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ മോഷനെ കുറിച്ച് പറയുന്ന ഒരു ക്വാണ്ടിറ്റി തന്നെയാണ്.
ഓക്കെ. അപ്പോൾ പക്ഷേ ഇത് നമ്മളെപ്പോഴും എനർജിയുടെ ഡിഫറൻസിലായിരിക്കും പറയുന്നത്. അതായത് ഹാമിൽട്ടോണിയൻ്റെയും അതുപോലെ തന്നെ ലഗ്രാഞ്ചിൻ്റെയും പ്രത്യേകത തന്നെ അതാ അല്ലേ. അതെന്ന് പറയുന്നത് ഫോഴ്സിനെ മാറ്റിവെച്ച് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന എനർജി ഡിഫറൻസ് അല്ലെങ്കിൽ എനർജീനെ ബേസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ആണെങ്കിലും നമ്മളെപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്നതാണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിനെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വന്ന് തിരിച്ചു വരും, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വന്ന് തിരിച്ചു വരും. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സെൻസിൽ പറയുന്നതിനേക്കാളും എളുപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഇതിന് ഹൈറ്റ്, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അത് കൺവേർട്ട് ചെയ്ത് കൈനറ്റിക് എനർജി ആയിട്ട് വരും. പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ചെയ്ത് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തെ ഇതിൻ്റെ എനർജി വെച്ച് പറയുന്നതായിരിക്കും എളുപ്പം. ആ കേസിലൊക്കെ നമുക്ക് ഈ ഹാമിൽട്ടോണിയൻ ലഗ്രാഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതാണ് കുറച്ചും കൂടെ എളുപ്പം അല്ലേ. സാധാരണ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനേക്കാളും വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത്. അതാണ് മിസ് ഉദ്ദേശിച്ചത്. എനിവേയ്സ് ഓക്കെ, ഇനി നോക്കൂ. അപ്പം L = ഒരു അടുത്ത ഇക്വേഷൻ നമ്മൾ പഠിക്കണം. L = T-V. അപ്പോൾ ഇവിടുത്തെ ഡൈനമിക്സ് ഓഫ് ദ സിസ്റ്റം, അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കൺഫ്യൂഷൻ ആവാൻ പോകുന്നത്. ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. ഒന്ന് നമ്മുടെ ഇക്വേഷൻ L = T-V. രണ്ടാമത്തെ ഇക്വേഷൻ d/dt ഓഫ് ∂L/∂Qj ഡോട്ട് മൈനസ് ∂L/∂Qj = 0. ഇത് രണ്ടുമാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്നും മറ്റേത് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്നും ഡൗട്ട് വരും. ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ശരിക്കും ലഗ്രാഞ്ചിയൻ ഫംഗ്ഷനാണ്. അതായത് ഒരു സിസ്റ്റം തന്നിട്ട് ആ സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാലാണിത്. അപ്പോൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ആ സിസ്റ്റത്തിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് മിസ് കുറച്ച് സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ തരാം. അത് ബൈഹാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബൈഹാർട്ട് ചെയ്യുന്നതിനെ മിസ് എൻകറേജ് ചെയ്യുമല്ല, പക്ഷേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ. പിള്ളേരൊക്കെ കുറേ പേരുണ്ടാകും അല്ലേ. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കുറേയും കൂടെ സ്മാർട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. അതനുസരിച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം കളയാതെ, ഓരോ സമയവും നമുക്ക് വളരെ പ്രഷ്യസ് ആണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് പഠിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങൾ നോക്കുക കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക. എനിവേയ്സ്, അപ്പോൾ കൈനറ്റിക് എനർജി, ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരു സിസ്റ്റം തന്നിട്ട് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാലാണ് ഈ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു സിസ്റ്റം തന്നിട്ട് അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പറഞ്ഞാലായിരിക്കും. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഓഫ് അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പറഞ്ഞാലായിരിക്കും രണ്ടാമത്തത് ഇത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഇക്വേഷൻ ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ പറയുമ്പോഴും യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ്. ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ടത്, മിസ് എപ്പോഴും പറയുന്നതാണ്, ഹാമിൽട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ അവിടെ കോർഡിനേറ്റും അതുപോലെ തന്നെ മൊമെൻറ്റവും ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ കോർഡിനേറ്റും മൊമെൻറ്റവും വെച്ചിട്ട് എഴുതുക. ഇനി ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് ഒരു ഫോർമുലേഷനാണ് ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ. നമുക്ക് ടോട്ടൽ, നേരത്തെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ആയിരുന്നു. കൈനറ്റിക് ടി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി, വി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ എനർജി. ഹാമിൽട്ടോണിയൻ എന്നാകുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കൂ, ഇതാണ് കേട്ടോ. ഇവിടെ മണ്ടയ്ക്ക് ക്യൂ ഡോട്ട് ഉണ്ട്, നോക്കിക്കേ. മൊമെൻറ്റവും വെലോസിറ്റിയും അതിൽ നിന്ന് -L. അപ്പോൾ ഹാമിൽട്ടോണിയൻ കാണാനായിട്ടുള്ള, അതായത് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എന്താണ്? സമേഷൻ PI/QI ഡോട്ട് -L. L എന്ന് പറയുന്നത് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ആയിരിക്കാം. അത് ചിലപ്പോൾ ഗിവൺ ആയിരിക്കും ക്വസ്റ്റ്യനിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇനി നോക്കിയേ, ഇതിൻ്റെ അകത്ത് നമുക്ക് QI ഡോട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇത് ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെയാണ്. 2 കാനോണിക്കൽ കോൺസ്റ്റൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട്. അതിൽ QI ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ∂H/∂PI. PI എന്ന് പറയുന്നത് എന്താ? PI ഡോട്ട് എന്ന് പറയുന്നത് എന്താ? -∂H/∂QI. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇത്രയും പാർട്ടിൽ മിസ് പറഞ്ഞ ഇക്വേഷൻ എല്ലാം കൂടെ ഒന്നിച്ചെഴുതി നോക്കുക. ഒരു പേപ്പറിലേക്ക് ഇപ്പം തന്നെ ഒന്നിച്ചെഴുതി വെക്കുക. എന്നിട്ട് എന്നും അതൊന്ന് നോക്കുക എന്തൊക്കെയാണ് ഇക്വേഷൻ എന്നുള്ളത്. ഓക്കെ, നമ്മൾ മൊമെൻറ്റത്തിന് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, ∂L/∂Qj ഡോട്ട്. അതുപോലെ തന്നെ QI ഡോട്ടിന് ∂H/∂PI. ഹാമിൽട്ടോണിയൻ വിത്ത് റെസ്പെക്ട് ടു ഹാമിൽട്ടോണിയൻ ആണ് കേട്ടോ. വിത്ത് റെസ്പെക്ട് ടു ലഗ്രാഞ്ചിനും നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അല്ല ലഗ്രാഞ്ചിനല്ല, അതായത് ക്യു ഐ ഡോട്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡോ ക്യു ബൈ ഡോ ടി. അപ്പോൾ അത് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ റെസ്പെക്ട് ടു ഹാമിൽട്ടോണിയം വരുമ്പോൾ ഡോ എച്ച് ബൈ ഡോ പി ഐ, പി ഐ ഡോട്ട് ആകുമ്പോൾ മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ. അപ്പോൾ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇക്വേഷൻ ഓഫ് മോഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നോക്കി, ഇതാണ് മിസ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ കൺക്ലൂഷൻ. എല്ലെന്ന് പറയുമ്പോൾ കോർഡിനേറ്റും വെലോസിറ്റിയും വരും, എച്ച് എന്ന് പറയുമ്പോൾ കോർഡിനേറ്റും മൊമെൻറ്റവും വരും. ഓക്കെ, കണ്ടോ ബൈ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ് വരച്ച് വെച്ചേക്കുന്നത് കണ്ടോ, പഠിക്കണം കേട്ടോ. ഇനിയും ഡോ എച്ച് ബൈ ഡോ ടി എന്ന് പറയുന്നത് മൈനസ് ഡോ എൽ ബൈ ഡോ ടി ആയിരിക്കും. ഇത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഓഫ് ഹാമിൽട്ടോണിയൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നത് മൈനസ് ഉണ്ട്, മൈനസ് ഓഫ് എന്താണ് നെഗറ്റീവ് ഡോ എൽ ബൈ ഡോ ടി ആയിരിക്കും. ഇപ്പം തന്നെ പഠിച്ചേ ഹാമിൽട്ടോണിയൻ വിത്ത് റെസ്പെക്ട് ടു ടൈമിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത് നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലഗ്രാഞ്ചിനായിരിക്കും നൊട്ടേഷൻ ഓഫ് അപ്പോൾ ഇത് കൺസർവേറ്റീവ് ഫീൽഡ്. പിന്നെ ഒരു കാര്യം കൂടെ മിസ് പറഞ്ഞോട്ടെ, അത് വിട്ടുപോയി. ലഗ്രാഞ്ചിൻ്റെ കേസിൽ കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ ഇക്വേഷനാണ് കേട്ടോ ഇത്. ഏത് ഈ മിസ് എഴുതിയേക്കുന്ന തൻ്റെ ഈ ഇക്വേഷൻ, ഇത് കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെയാണ്. നോൺ കൺസർവേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ ഇത്ര എഴുതിയിട്ട് ഈക്വൽ ടു ക്യൂ ജെ എന്ന് വരും. ഇത് നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, 0 ആയിരിക്കത്തില്ല. അപ്പോൾ കൺസർവേറ്റീവ് സിസ്റ്റം എന്താ മിസ് ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെയാണ്. കൺസർവേറ്റീവ് സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും, അതിൻ്റെ ഫോഴ്സ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അതായത് വേറൊരു രീതി പറഞ്ഞാൽ കൺസർവേറ്റീവ് ഫോഴ്സുകൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോൺ കൺസർവേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി കൺസർവേറ്റീവ് ഫോഴ്സ് എന്താ, കൺസർവേറ്റീവ് ഫോഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ വർക്ക് ഡൺ നമ്മൾ എടുക്കുന്ന കേസിൽ, അത് വർക്ക് ഡൺ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ പാത്തിനെ നോക്കത്തില്ല. അതായത് ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അതേസമയം നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഏത് പാത്തിൽ കൂടെയാണ് ആ വർക്ക് ഡൺ ചെയ്ത ആ പാത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് ഇനീഷ്യലും ഫൈനൽ പോയിൻറ്റ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഇതൊക്കെ ഡിഗ്രിക്ക് പഠിച്ചതാണ് നമ്മൾ കേട്ടോ. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സുകളുടെ അല്ലെ കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ചിനാണിത്, അല്ലെങ്കിൽ ക്യൂ ജെ എന്ന് വരും. ഇത്രയും എഴുതിയിട്ട് ഈക്വൽ ടു ക്യൂ ജെ എന്നുള്ളതാണ് നോൺ കൺസർവേറ്റീവ്. അപ്പോൾ അതുകൂടെ ഓർത്തപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഈ സംഭവം തന്നെ. ഹാമിൽട്ടോണിയൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഹാമിൽട്ടോണിയൻ ടോട്ടൽ എനർജിയെ ഡിഫൈൻ ചെയ്യുന്നു, അതായത് കൺസർവേറ്റീവ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ എനർജീനെ. പിന്നെ ഹൗ ദ സിസ്റ്റം ഇവോൾവ്സ് ഇൻ ടൈം, സിസ്റ്റത്തിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണെന്ന് പറയുന്നു. ഹാമിൽട്ടോണിയൻ പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആകാമെന്നാണ്, കാരണം കൺസർവേറ്റീവ് സിസ്റ്റമാണ്. അപ്പോൾ കൈനറ്റിക് എനർജി മാത്രം നോക്കിയാൽ മതി, പൊട്ടൻഷ്യൽ എനർജി വരുമ്പോൾ ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും ഇവിടെ കണ്ടോ, ഇവിടെ മിസ് എഴുതിയേക്കുന്നുണ്ട്. അതായത് ഹാമിൽട്ടോണിയൻ്റെ ഒരു പ്രത്യേകത, അവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ L = T-V. അപ്പോൾ ഹാമിൽട്ടോണിയൻ കാണാൻ പറയുമ്പോൾ T+V. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ കാണാൻ പറയുമ്പോൾ നമ്മൾ വിനെ ഇഗ്നോർ ചെയ്ത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, ഹാമിൽട്ടോണിയൻ എന്ന കൺസെപ്റ്റ് വരുന്നത് അല്ലേ. ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുക എന്ന് പറയുന്നത് അത്ര മോഷൻസ് നമുക്ക് അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ട് 1 വീഡിയോ ഞാൻ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനെയും കൺസ്ട്രെയിനെയും കുറിച്ച് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കണം. അപ്പോൾ കൺസ്ട്രെയിൻ കൂടുമ്പോഴാണോ കുറയുമ്പോഴാണോ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുന്നതും കുറയുന്നതെന്നും മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു കൺസെപ്റ്റ് തനിയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എണ്ണം കൂടുമ്പോൾ ആണ് ഹാമിൽട്ടോൺ വരുന്നതെന്ന് ഓർക്കുക കേട്ടോ. ഈ ഒരു ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്യാം. ഇനി ഇത് നോക്കിയാൽ ലഗ്രാഞ്ചിൻ ഓഫ് സം സ്റ്റാൻഡേർഡ്, അതൊരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ലഗ്രാഞ്ചിൻ ഇക്വേഷനും കൂടെ നോക്കിയിട്ട് നിർത്താം. അപ്പോൾ ഇത് നമ്മൾ എന്താണെങ്കിലും ഒരു സിമ്പിൾ പെൻഡുലമാണ് മിസ് കാണിച്ചേക്കുന്നത്. അത് നമ്മൾ ഒരു ഫിക്സ് ചെയ്തേക്കുന്നു, ഒരു ബോബുണ്ട്. ഇതിനെ ഞാൻ പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് അതിനെ വിട്ടു. വിട്ട സമയത്ത് അതൊരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് പോയി, അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായി. ഈ പെർട്ടിക്കുലർ ലെങ്ത് ആണ് L, ഇവിടെ ഉണ്ടാവുന്നതാണ് ആംഗിളാണ് തീറ്റ. ഈ ബോബ് തൊട്ട്, അതായത് ആ പെർട്ടിക്കുലർ ഹൈറ്റ് തൊട്ട് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ബോബ് കിടക്കുന്ന അവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു മെഷർമെൻ്റ് ആണ് L - L cos θ. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്.
അധികം പോകുന്നില്ല അതിലേക്ക്. ഇതെങ്ങനെ ലഗ്രാഞ്ചിയൻ സോൾവ് ചെയ്യാമെന്ന് മാത്രം മിസ്സ് കാണിക്കാം കേട്ടോ. നോക്കിക്കേ, ടി ഇസ് ഈക്വൽ ടു, അതായത് ടി എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി, ഹാഫ് mv² ആണ് നോർമൽ. സിമ്പിൾ പെൻഡുലത്തിനെ പഠിച്ച് വെക്കുക. അതുപോലെ തന്നെ നേരത്തെ പഠിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് വരച്ച് നോക്കാൻ പറ്റും. പൊട്ടൻഷ്യൽ എനർജിയാണ് mgl × L1 - cos θ. അങ്ങനെയാണെങ്കിൽ ലഗ്രാഞ്ചിൻ എങ്ങനെ എഴുതാം? ടി മൈനസ് വി. ടിയും ഉണ്ട് വിയും ഉണ്ട്. ഇനി നമുക്ക്, അപ്പോൾ ഇതാണ് ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഓഫ് കൈനറ്റിക് എനർജി. ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി. ഇനി ഇക്വേഷൻ ഓഫ് മോഷൻ ചെയ്യാനാണ് നമ്മൾ d/dt ചെയ്യുന്നത്. നോക്കിക്കേടാ, ഇതൊന്ന് മാറ്റിക്കോട്ടെ. ഓക്കെ, അപ്പം നോക്കിയേ, ദറ്റ് ഈസ് d/dt ഓഫ് ∂L/∂Qj ഡോട്ട്. അപ്പോൾ ഇവിടുത്തെ Q എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ കോർഡിനേറ്റ് ഏതാണ്? ഇവിടുത്തെ കോർഡിനേറ്റ് ഏതാണ്? നോക്കിക്കേ, തീറ്റ അല്ലേ? എൽ അല്ലല്ലോ, ലെങ്ത് അല്ല, തീറ്റയാണ് ഇവിടുത്തെ കോർഡിനേറ്റ്. അപ്പോൾ d/dt ഓഫ് ∂L എന്താണ്? ∂θ ഡോട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ∂L/∂θ ഡോട്ട് ചെയ്യണം. അപ്പോൾ അത് ½ ml² θ ഡോട്ട് സ്ക്വയർ. ഒരിടത്ത് മാത്രമേ ഇക്വേഷൻ, അതാണ് തീറ്റ ഡോട്ട് ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ∂L/∂θ ഡോട്ട് ചെയ്യുമ്പോൾ ½ ml² കോൺസ്റ്റൻ്റ് ആണ്. തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ 2x ആണ്, തീറ്റ സ്ക്വയർ എന്ന് വെച്ചാൽ 2θ ആണ്, ഡോട്ടും ഉണ്ട്. ഇനി അതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യണം? d/dt ഓഫ് ചെയ്യണം, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ 2ഉം ക്യാൻസലാക്കി, പിന്നെ ml² വീണ്ടും കോൺസ്റ്റൻ്റ് ആണ്. തീറ്റ ഡോട്ടിനെ ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ തീറ്റ ഡബിൾ ഡോട്ട് ആവും. അപ്പോൾ അതാണ് അങ്ങനെ എഴുതിയേക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്കപ്പം ഇക്വേഷൻ മിസ് ഇവിടെ എഴുതാവേ. d/dt ഓഫ് ∂L/∂Qj ഡോട്ട് മൈനസ് ∂L/∂Qj ഈക്വൽ ടു 0. ഇത്രയും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ∂L/∂Qj ചെയ്തേ, അതായത് ∂L/∂θ ഉണ്ടോ, ഇവിടെയല്ലേ ഉള്ളത്. അപ്പോൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്യണം. ഈ മൈനസ് ഉൾപ്പെടെ എടുത്ത് ഡെറിവേറ്റ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ ആകുക. മൈനസിനെയും കൂടെ എടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തോട്ട് ചെയ്യാം. -mgl എന്ന് എഴുതുക, മൈനസും പ്ലസ് mgl cos θ. അപ്പം ഇവിടെയാണ് ആകെ തീറ്റയുടെ ടേം ഉള്ളത്. അപ്പോൾ ഇത് 0 ആയിപ്പോയി. ഇപ്പം cos θ എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. അപ്പം -mgl sin θ. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? d/dt ഓഫ് cos θ എന്ന് പറയുന്നത് സൈൻ തീറ്റ ആയിരിക്കും, നെഗറ്റീവ്. അല്ലെങ്കിൽ d/dx ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് കോസ് എക്സ് ആയിരിക്കും. അപ്പോൾ കോസ്, അതായത് സൈൻ്റെ കൂടെ എപ്പോഴും നെഗറ്റീവ് വരും. സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ്, സൈൻ ഉത്തരം വരുമ്പോൾ നെഗറ്റീവ് മൈനസ് സൈൻ എന്നാണ് വരിക. അങ്ങനെ കോസ്, ഇപ്പോൾ കോസ് തീറ്റയുടെ ഉത്തരം എന്ന് വെച്ചാൽ സൈനാണ്, സൈൻ്റെ കൂടെ എപ്പോഴും നെഗറ്റീവ് ഉണ്ട്. അങ്ങനെയാണിത് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ d/dt ഓഫ് ∂L/ അതേ മൈനസ് ഇതേ ഈക്വൽ ടു 0 ആയിരുന്നു. അപ്പോൾ ഈ ടേം നമുക്കിവിടെ കിട്ടി, ഈ ടേം നമുക്കിവിടെ കിട്ടി. ഇതിനും മൈനസ് ഉണ്ട്, നടുക്കും മൈനസ് ഉണ്ട്, മൈനസും പ്ലസ് ആയിപ്പോയി. എന്നിട്ട് ഇവിടെ ഒരു മൈനസ് മിസ്സും മേളിൽ ഇട്ടിട്ടുണ്ട്, ആ മൈനസും പ്ലസ് ആയിപ്പോയി കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയത്തിനെ നമ്മൾ /ml² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കണ്ടോ എഴുതിയേക്കുന്നത്? ml² കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ml² കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്ത് കറക്റ്റ് ആക്കുമ്പോഴാണ് ഇങ്ങനെ കിട്ടുക. അപ്പോൾ ഇതാണ് ശരിക്കും ഇക്വേഷൻ ഓഫ് മോഷൻ. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കിട്ടി. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ സെപ്പറേറ്റ് ഒന്നും കൂടെ പതിയെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ സ്പീഡിൽ പോകുന്നത് കുറച്ച് കണ്ടൻറ്റ് നമുക്ക് ഇതൊക്കെ കുറച്ചും കൂടെ ഡിഗ്രിക്ക് പഠിച്ചതുകൊണ്ടാണ്. പിന്നെ കണ്ടൻറ്റ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, തീർക്കാനുണ്ട്. പിന്നെ നോക്കി, ഇതൊക്കെ അഡ്വുഡ് മെഷീൻ, ഇത് അഡ്വുഡ്, ഇതൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ വരും കേട്ടോ. ഇതൊക്കെ ഒന്ന് സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ടിയും വിയും മിസ് തന്നിട്ടുണ്ട്, തനിയെ ലഗ്രാഞ്ചിനൊന്ന് കണ്ടുപിടിച്ച് ഇതുപോലെ കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റേഴ്സിൻ്റെ നോക്കുക. കുറച്ച് കാര്യങ്ങൾ മിസ് ബൈ ഹാർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഇതെന്ത് ചെയ്യുക, ഇത് ഒന്ന് എഴുതിയെടുക്കുക. സിമ്പിൾ പെൻഡുലം, പ്ലെയിനാർ, ഹോംവർക്ക് ഒന്ന് നോക്കി, ഹോംവർക്ക് തരാം. ഡബിൾ പെൻഡുലത്തിൻ്റെ ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക, ഇതുപോലെ ലഗ്രാഞ്ചിയൻ. അതുപോലെ തന്നെ
ചാർജ്ഡ് പാർട്ടിക്കിൾ അത് ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ. പിന്നെന്താ ചോദിക്കുന്നത്, സ്പിരിക്കൽ പെൻഡുലം, ഡബിൾ പെൻഡുലം, ഇത് രണ്ടും ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചേക്ക് ഇതിൻ്റെ കൂടെ. അപ്പോൾ കണ്ടോ, ഇത്രയും കേസ് ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ മിസ് നിർബന്ധിക്കുന്നില്ല. പക്ഷേ എന്താണ് ബൈഹാർട്ട്, ചിലർ ചോദിക്കും എന്തിനാ ബൈഹാർട്ട് ചെയ്യുന്നതെന്ന്. പക്ഷേ നമുക്ക് ആ സമയത്ത് ഇതെല്ലാം ഓർത്ത് ടിയും വിയും ഒക്കെ ഓർത്ത് കണ്ടുപിടിച്ച സമയം കളയുന്നതിനെക്കാട്ടിലും ബൈഹാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഫെബ്രുവരിയിലല്ലേ എക്സാം, ഇപ്പം തന്നെ ഇത് എഴുതി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് വെച്ച് എന്നും ഇതിനെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് തലയിൽ നമ്മുടെ കയറും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നെറ്റിലൂടെ നോക്കുക കേട്ടോ. ഇത് കറക്റ്റ് ആണോ എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് നോക്കുക. പക്ഷേ മിസ് ഈ തന്നേക്കുന്ന ലിസ്റ്റിലുള്ളതെല്ലാം ഒന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. എന്നിട്ട് എന്നും അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണുക. അപ്പം എന്നും കാണുവാണെങ്കിൽ നമുക്കതിനൊരു ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്രയൊന്ന് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ചെയ്യണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തേ. ഇതൊന്ന് സ്റ്റാർ ചെയ്ത് വെച്ചേക്കാവേ കേട്ടോ. ഇത് ബൈഹാർട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് മിസ്സാകെ ലെഗ്രാഞ്ചൻ ഫംഗ്ഷനുകളാണ് കേട്ടോ എഴുതിയേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെഗ്രാഞ്ചൻ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ലെഗ്രാഞ്ചൻ ഇക്വേഷൻ കാണണമെങ്കിൽ കാണാം കേട്ടോ. ഡോയൽ ബൈ എന്താണ് ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് വെച്ചിട്ട് ഇക്വേഷൻ കാണാം. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെ കാണാം അറിയാവോ? നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഇക്വേഷൻ എങ്ങനെ കാണാമെന്ന്, നോക്കിക്കേ കണ്ടോ. അപ്പോൾ ഇതിൽ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസിനെ എടുത്ത് നമ്മൾ കാണേണ്ടി വരും. അത് നമുക്ക് അടുത്ത ഇതിൽ ഞാൻ എക്സാമ്പിൾ തരാം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നോക്കി, ഇത് ഗേറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗേറ്റിൽ വന്നൊരു ക്വസ്റ്റ്യനാണ്, ഈ തവണയും വരും. അപ്പം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഓക്കെ, ദ ലെഗ്രാഞ്ചൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം മാസ് ഉള്ളൊരു പാർട്ടിക്കിൾ, അത് 1 ഡയമെൻഷനിൽ കൂടാണ് മൂവ് ചെയ്യുന്നത്. ലെഗ്രാഞ്ചൻ ഓൾറെഡി തന്നിട്ടുണ്ട്. ബി ഈസ് എ പോസിറ്റീവ് കോൺസ്റ്റൻറ്റ്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾ എക്സ് ഓഫ് ടി അറ്റ് ടൈം ടി. ഓക്കെ, എനിവേസ് ലെഗ്രാഞ്ചൻ ആദ്യം തന്നിട്ടുണ്ട്. ലെഗ്രാഞ്ചൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യുമെന്നറിയാവോ, ഈ ലെഗ്രാഞ്ചൻ അങ്ങോട്ട് എടുത്ത് എഴുതും. ഇനിയും ഞാൻ ലെഗ്രാഞ്ചൻ തന്നിട്ടുണ്ട്. ഇനിയും ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലെഗ്രാഞ്ചൻ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഇക്വേഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കും. ഇക്വേഷൻ ഓഫ് മോഷൻ എനിക്കറിയാം. ആ ഇക്വേഷൻ ഞാൻ പഠിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോയൽ ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0. അപ്പോൾ എനിക്ക് ഏതായാലും ഈ ക്വസ്റ്റ്യൻ അറിയത്തില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ലെഗ്രാഞ്ചൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന ഞാൻ എഴുതും എന്താണേലും. ദാറ്റ് ഇസ് ലെഗ്രാഞ്ചൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഇതെനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം ലെഗ്രാഞ്ചൻ തന്നിട്ടുണ്ട്. നോക്കിയേ, ഇവിടുത്തെ കോർഡിനേറ്റ് എന്താ, എക്സ് ഡോട്ടും എക്സും ഒരു കോർഡിനേറ്റേ ഉള്ളൂ. എന്നാൽ പിന്നെ എന്താണെങ്കിലും എഴുതിയിട്ടേ ഉള്ളൂ, കാരണം സിമ്പിളാണ്. അപ്പോൾ ഞാനിത് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം നോക്കിയേ, ഡി ബൈ ഡി ടി ഓഫ് ഡോയൽ ബൈ ഡോ എക്സ് ഡോട്ട്. നോക്കിയേടാ, ഇതിനെ എങ്ങനെ ഡെറിവേറ്റ് ചെയ്യാം? ഹാഫ് ഇൻറ്റു എം കോൺസ്റ്റൻറ്റ് എക്സ് ഡോട്ട് ആകുമ്പോൾ 2x ഡോട്ട് എന്നാവും. 2ഉം പോകുമ്പോൾ mx ഡോട്ട് എന്നാവും. ഇതിനെ ഒന്നും കൂടെ ഡി ബൈ ഡി ടി ചെയ്യുമ്പോൾ mx ഡബിൾ ഡോട്ട് എന്നാവും. സിമ്പിൾ പെൻഡുലം ചെയ്ത പോലെ തന്നെ. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഡോയൽ ബൈ ഡോ എക്സും ചെയ്യും. ദാറ്റ് ഇസ് നെഗറ്റീവ് ഞാൻ പറഞ്ഞുല്ലോ, സെക്കൻഡ് ടേമിൻ്റെ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ഉൾപ്പെടെ എഴുതുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ -b എന്ന് കിട്ടി. അപ്പോൾ mx ഡബിൾ ഡോട്ട് പ്ലസ് നെഗറ്റീവ് ഇത് നെഗറ്റീവാണ് കേട്ടോ, നെഗറ്റീവും പോസിറ്റീവാണ്. ഇത്ര എനിക്ക് എഴുതാൻ അറിയാം. പക്ഷേ എന്നിട്ട് ഞാൻ നോക്കുമോ, ഇതിൻ്റെ അകത്ത് ആ ഓപ്ഷൻ ഇല്ലല്ലോ, ഇല്ല. അതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്, ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾ എക്സ് ഓഫ് ടി അറ്റ് ടൈം ടി ഈസ് ഗിവൺ ബൈ ദ ലെഗ്രാഞ്ചൻ ഓഫ് എ പാർട്ടിക്കിൾ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി അറ്റ് ടൈം ടി ഈസ് ഗിവൺ ബൈ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പാർട്ടിക്കിൾ ആണല്ലേ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോക്കിയേ, ഈ mx ഡബിൾ ഡോട്ടിനെ ഞാൻ എന്ത് ചെയ്തു, d² x/dt² എന്ന് എനിക്ക് എഴുതാമല്ലോ. അങ്ങനെ ഞാൻ എഴുതി. ഇത് നമ്മൾ നോർമലി സിമ്പിൾ ഹാർമോണിക് മോഷനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ലേ.
അപ്പോൾ എനിക്കിത് ഒന്നും അറിയത്തില്ല. അറിയാത്ത ക്വസ്റ്റ്യനിൽ നിന്ന് തന്നേക്കുന്ന കാര്യം ഉപയോഗിച്ച് ഞാൻ ഇക്വേഷൻ ഓഫ് മോഷൻ വരെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എക്സ് ഡോട്ടിനെ സിംപ്ലിഫൈ ചെയ്യാൻ അറിയാം. അപ്പം ഞാൻ അതുകൂടെ വെറുതെ ഒന്ന് ചെയ്ത് വെച്ചു. അപ്പോൾ അതുമായി. ഓക്കെ, അപ്പോൾ അതും ചെയ്ത് എഴുതി. ഇനി അടുത്ത കേസ് ഞാൻ നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നോക്കിയപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ഈ d²x/dt² മാത്രമാക്കിയിട്ട് ബാക്കിയുള്ള ടേംസിനെ അപ്പുറത്ത് കൊണ്ടുപോയി. പ്ലസ് ബീനെ അപ്പുറത്ത് കൊണ്ടുവമ്പോൾ മൈനസ് ബി ആയി. ഇൻറ്റു ചെയ്ത് കിടക്കുന്ന എമ്മിനെ അപ്പുറത്ത് കൊണ്ടുവന്നപ്പോൾ അത് എന്തായി? ഡിവിഷനായി. ഓക്കെ, അപ്പോൾ അത്രയായി. ഇനി എനിക്ക് ഈ ഡി എക്സിനെ മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ നമുക്ക് എപ്പോൾ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെ സോൾവ് ചെയ്യണമെന്ന്? അതിനാണ് എന്ത് പറയുന്നത്? പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു തവണ ഡെറിവേറ്റ് ചെയ്തു. ഒരു തവണ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ d²x/dt² ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡെറിവേഷൻ, അതായത് അതെങ്ങനെ പറയും, ഒരു ഡെറിവേറ്റ് ചെയ്ത പാർട്ട് അങ്ങ് പോയി. അപ്പോൾ dx/dt ആയി. അത് നിങ്ങൾക്കറിയാവോ? അതായത് d/dxനെ ഡെറിവേറ്റ് ചെയ്താൽ എക്സ് എന്നല്ലേ കിട്ടുക. അതുപോലെ തന്നെ d²x/dt² ഡെറിവേറ്റ് ചെയ്യുക. സ്ക്വയർ ആണെങ്കിൽ ഒരു ഡെറിവേറ്റീവ് മാറും. അപ്പോൾ dx/dt എന്ന് കിട്ടും. ഓക്കെ, അതറിയാമല്ലോ. അതുപോലെ തന്നെ -b/mനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ -b/mനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ടി മാത്രമേ ഉള്ളൂ എങ്കിൽ എക്സിലാണ് ഡെറിവേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ടി എക്സ് എന്നല്ലേ, ടി എക്സ് പ്ലസ് സി എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. അത് ഇൻ്റഗ്രേഷൻ പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ b/m d/dx ഓഫ് ടിയിലാണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. -b/mനെ ടിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ ടിയുടെ ടേം ഒന്നും ഇല്ലെങ്കിൽ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലെടുത്തിട്ട് ടി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഡെറിവേറ്റീവ് ആണെങ്കിൽ ടിയുടെ ടേം ഇല്ലെങ്കിൽ ഇത് 10-0 ആയി പോകും. പക്ഷേ ഇൻ്റഗ്രൽ അങ്ങനെ എല്ലാവരെയും പിടിച്ച് 0 ആക്കത്തില്ല, കുറച്ച് പാവമാണ്. അപ്പോൾ ഇല്ലെങ്കിൽ അങ്ങ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യിക്കും കേട്ടോ. പ്ലസ് സി എന്താണെങ്കിലും ഇടണം. ഓക്കെ, അത് കഴിഞ്ഞപ്പോഴും വീണ്ടും എനിക്ക് എന്ത് ചെയ്തു? dx/dt എന്നേ കിട്ടിയുള്ളൂ. എനിക്ക് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ കോർഡിനേറ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. കോർഡിനേറ്റ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ പോലെയാണ് കിട്ടേണ്ടത്. അപ്പം ഇതിൻ്റെ കേസിൽ എക്സ് കണ്ടുപിടിക്കാൻ ഒന്നും കൂടെ ഡെറിവേറ്റ് ചെയ്താൽ പോരെ? അപ്പോൾ എക്സ് കിട്ടില്ലേ? ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്തു. അപ്പോൾ എക്സ് ഈക്വൽ ടു ഇതിനെ നോക്കിയേ, ഇതിൽ കോൺസ്റ്റൻ്റ് ആണ് -b/m. ടി ഉണ്ട്, അപ്പം t²/2. അതെങ്ങനെയാടാ? എക്സിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, x²/2 അല്ലേ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ. അതുപോലെ തന്നെ ടിയുടെ t²/2 ഇൻ്റഗ്രേഷൻ പഠിക്കണേ. പ്ലസ് സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഇത് ഡെറിവേറ്റീവ് ആയിരുന്നെങ്കിൽ 0 ആയി പോയേനെ. ഇൻ്റഗ്രൽ ഒരു പാവമാണ്. കോൺസ്റ്റൻറ്റിൻ്റെ കൂടെ നമ്മുടെ ബോസ് ഇല്ലെങ്കിലും അതൊന്ന് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ ടി ഇട്ട് കൊടുത്തു. പ്ലസ് വീണ്ടും C1 C2. എപ്പോഴും ഇൻ്റഗ്രൽ ഒരാളെ ഇച്ചിരി പാവമാണ്, ഒരാളെ ഇട്ട് കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇട്ട് കൊടുക്കുമ്പോഴും എപ്പോഴും അവൻ്റെ കൂടെ ആരുണ്ടായിരിക്കണമെന്നറിയോ? ആരുണ്ടായിരിക്കണമെന്നറിയാവോ? കോൺസ്റ്റൻറ്റിനെ ഇട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പോൾ ആദ്യം മിസ് സി കോൺസ്റ്റൻറ്റ് കൊടുത്തു, രണ്ടാമതും അതിനെ ചെയ്തു, മൂന്നാമത്തെ കേസിലും ആ C2 അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ ഓപ്ഷനിലുണ്ടോ നോക്കൂ. ഉണ്ട്, കണ്ടോ? കിട്ടിക്കഴിഞ്ഞു. ഇതാദ്യം നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇനിയൊന്ന് വായിച്ച് നോക്കിയേ. ശരിക്കും ഇവിടെ എന്താ മക്കളെ പറഞ്ഞത്? കോർഡിനേറ്റ് കണ്ടുപിടിക്കാനാണ്. കോർഡിനേറ്റ് എക്സ്, ദ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഇതിലേതെങ്കിലുമായിട്ട് കിട്ടും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ ഞാൻ ഇവിടെ വെച്ച് ഇതിനെ സ്റ്റോപ്പ് ആക്കിയാൽ എനിക്ക് കിട്ടുമോ? അപ്പോൾ ഇനി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അയ്യോ ഇത് കിട്ടത്തില്ലല്ലോ എന്ന് വെച്ചൊന്നും ഇരുന്നാൽ പറ്റില്ല. സിമ്പിളാണ്. എക്സ് ഡോട്ട് എന്ന് പറഞ്ഞത് d²x/dt² ആണെന്ന് എഴുതിയാൽ മതി. അത് എഴുതി കഴിഞ്ഞാൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയാൽ എക്സിനെ കിട്ടുമെന്ന് അറിയാം. മനസ്സിലായോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. പ്രിൻസിപ്പിൾ ഓഫ് കൺക്ലൂഡ് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് വിർച്വൽ വർക്ക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് കേസിലും ഡി-അലംബേർട്സ് ലോ എന്ന് പറയുന്നത് ഡൈനാമിക്കിൻ്റെ കേസിലുമാണ് പറയുന്നത്. എൻ്റെ രണ്ടിൻ്റെയും കമ്പാരിസൺ നോക്കുക. ലഗ്രാഞ്ചിയൻ എന്ന് പറയുമ്പോൾ കൈനറ്റിക് മൈനസ് പൊട്ടൻഷ്യലാണ്. അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ നോക്കുക. ഹാമിൽട്ടോണിയൻ നോക്കുക. ഹാമിൽട്ടോണിയൻ്റെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, അത് നോക്കുക.
പിന്നെന്താണ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ മിസ് ഒന്ന് കാണിച്ചു തന്നു. ലഗ്രാഞ്ചൻ പഠിക്കേണ്ടത് ഏതിൻ്റെയൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഇപ്പം തന്നെ എഴുതി ഒട്ടിച്ച് പഠിക്കുക. എന്നും അതിനെ കാണുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കയറും. പിന്നെ ഒരു ക്വസ്റ്റ്യനാണ് മിസ് ഗേറ്റിൻ്റെ ചോദിച്ചേക്കുന്നത്. ഗേറ്റിൻ്റെ ഒരെണ്ണമാണ് ഈ ചെയ്തേക്കുന്നത്. ഇതൊന്ന് എഴുതിയെടുത്ത് സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. താങ്ക് യു.